നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയണ്ടേ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് അവളെ അച്ഛനാണെങ്കിൽ നിന്റെ ക്ലാസ്മേറ്റ് നിന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നതായിരിക്കും. നോക്കുമ്പോൾ ആരായിരിക്കും? നമ്മളെ ബെയ്ച്ചേക്കനായിരിക്കും. ബെയിനെ കണ്ടപാട് നമ്മളെ പെണ്ണിന് ഒരുപാട് ഹാപ്പി ആകുക. പക്ഷേങ്കിൽ അവൻ വന്നത് ഇവളെ പഠിപ്പിക്കാനാണെന്ന് അറിയുമ്പോൾ അവൾക്ക് അത്ര ഹാപ്പി ഉണ്ടാവില്ല. എന്നാലും പഠിച്ചല്ലേ പറ്റൂന്നൊന്ന് വിചാരിച്ചിട്ട് ഇവന്റെ കൂടെ ഇരിക്കുന്നുണ്ടാവും. പെട്ടെന്നായിരിക്കും കറണ്ട് പോകുന്നുണ്ടാവുക. അവളാണെങ്കിൽ ആ ഒരു ഡ്രോയറിന്റെ ഉള്ളിൽ മെഴുകുതിരി ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ അതെടുത്തിട്ട് കത്തിച്ച് വെച്ചിട്ടായിരിക്കും ഇവളെ പഠിപ്പിക്കുന്നുണ്ടാവുക. ഇവളാണെങ്കിൽ ഒരേ കോട്ടുമായി ഇടലായിരിക്കും. അവളാണെങ്കിൽ പറയും എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ബെയ് വിടുന്നേ ഉണ്ടാവില്ല. അങ്ങനെ രണ്ടാളും ഓരോന്ന് പറഞ്ഞിട്ട് പഠിച്ചോണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും. ഇതും കണ്ടോണ്ട് നമ്മളെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവനത് സഹിക്കുന്നേ ഉണ്ടാവില്ല. പക്ഷെ അവനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ ബാഗ് കൊടുക്കേണ്ടിട്ട് വന്നതായിരിക്കും. അതുവരെ പറയാണ്ട് ആ ഒരു ബാഗും അവിടെ വെച്ചിട്ട് പോകുന്നുണ്ടാവും. പിറ്റേ ദിവസം നമ്മളെ പെണ്ണും വേറൊരു ചെക്കനും കൂടിയിട്ട് ബെഞ്ചൊക്കെ നീക്കിയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടാവേ. അവനാണെങ്കിൽ ചോദിക്കും നീ ഇങ്ങനെ ഓക്കെ അല്ലേ ഇപ്പൊ എന്ന് ചോദിക്കുന്നേരം ആണെങ്കിൽ പറയും ഞാൻ ഓക്കെ ആണെന്ന് പറയൂ. അന്നേരം അവനാണെങ്കിൽ പറയും ഓക്കെ ആണെങ്കിൽ നീ ഒറ്റയ്ക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യോ, എനിക്ക് വയറ്റിന് എന്തോ ഒരു സുഖമില്ല, ഞാൻ ഇപ്പം പോയിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് ഓടി പോകുന്നുണ്ടാവേ. നമ്മളെ ഷീയും ഇവനെ പോത്തിന് മടിയന്റെ കൂടെയാണല്ലോ ഭഗവാനെ ഞാൻ പണിയെടുക്കുന്നെന്ന് വിചാരിച്ചിട്ട് ഒറ്റ കയറി ബെഞ്ചൊക്കെ നീക്കാൻ നിൽക്കുന്ന ടൈമായിരിക്കും കെസിന് വന്നിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. നമ്മളും വിചാരിക്കും കെസിന്റെ മൈൻഡ് ഒന്നും അപ്പൊ ഇങ്ങനെ മാറിയെന്ന്. അതേ ടൈം കെസിനാണെങ്കിൽ നമ്മളെ പെണ്ണോട് ചോദിക്കും ഈ ഒരു ടേബിൾ ഞാനില്ലെങ്കിൽ നീ ഒറ്റക്ക് എടുത്ത് വെക്കൂലേനോ എന്ന് ചോദിക്കുന്നത്. ഷീ ആണെങ്കിൽ പറയും വെക്കൂന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ, നീ അപ്പൊ നിന്റെ അസുഖം അഭിനയിച്ചതല്ലേ, നിന്നെപ്പോലത്തെ കുറേ പെമ്പിള്ളർ ആ ഒരു ബെയിന്റെ പിന്നാലെ തന്നെ ചുറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെപ്പോലെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കണ്ടേന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഷീക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല ഈ ഒരു കെസിനാണെങ്കിൽ പറയൂ നീ ആണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ നടക്കുന്ന കാര്യം എനിക്ക് നല്ലോണം അറിയാം. നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നീ അവന്റെ പിന്നാലെ തന്നെ നടക്കില്ല. നീയും അവനും ഒപ്പരുള്ള ടൈം അവനാണെങ്കിൽ എന്നെയോ അവന്റെ പാരൻസിനെയോ ആരെയും വേണ്ട, അതൊക്കെ നിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്തുനിന്ന് മാറി നടന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവേ. ഇതായിരിക്കും നമ്മളെ കെസിന്റെ രൂപമാറ്റത്തിന് കാരണം തന്നെ. അതേ ടൈം നമ്മളെ ഷീക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പറയും നീ പറയുന്നില്ല നിനക്ക് അവനെ ഇഷ്ടമാണ്, നിനക്ക് അവന്റെ കൂടെ പോകണം, അവനെ കെയർ ചെയ്യണമെന്ന്. ഇതിനെയും കാട്ടി മുന്നേ നീ അവൻ എന്നാ ഫസ്റ്റ് വേണ്ടേന്ന് ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ അവനോട് തന്നെ ചോദിച്ചു നോക്ക് നീ പോയിട്ട്. അല്ലാണ്ട് അവനെ മനസ്സിലാക്കാണ്ട് അവന്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷീയും വിട്ടു കൊടുക്കാണ്ട് തർക്കിക്കുന്നുണ്ടാവേ. ഈ ഒരു കെസിനാണെങ്കിൽ അവസാനം ഒന്നും പറയാൻ കിട്ടാണ്ട് നമ്മളെ പെണ്ണിന്റെ മേത്തത്തെ ബെഞ്ച് ഉണ്ടേരുന്ന പോലെ ആക്കിയിട്ട് അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകും. ഇതിനാണെങ്കിൽ നേരെ നമ്മളെ ബെയിന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് രണ്ടക്കും ഇന്ന് ഒപ്പര ഫുഡ് കഴിക്കാൻ പോകാന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ബെയ് ആണെങ്കിൽ എന്തല്ലോ എക്സ്ക്യൂസ് പറയുന്നുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ തന്നെ കെസിന് ദേഷ്യം പിടിക്കും. അവളാണെങ്കിൽ പറയും നീ എപ്പം എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ നീ എപ്പം ആ ഒരു ഷീന്റെ കൂടെ ആണല്ലോ എന്ന് ചോദിക്കും. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ചെറുപ്പത്തിൽ നമ്മൾ ഒപ്പരം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് എപ്പോൾ നമുക്ക് ഒപ്പരം ഉണ്ടാകാൻ പറ്റില്ല, നമ്മളൊക്കെ വളർന്നില്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നീ ആണെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടിയാണ് ജീവിക്കേണ്ടത്, അതുപോലെ തന്നെ ഞാനും. അതുകൊണ്ട് നമ്മളേതായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയേ. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും നിനക്കിങ്ങനെ ഷീനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നത്. നമ്മളെ ബെയ് അതിന് ആൻസർ പറയും നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്, അത് മാത്രമല്ല ഞാൻ നിന്നെ കൺസിഡർ ചെയ്തിന്, പക്ഷേ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ ഞാൻ നിന്നെ ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിനെ സങ്കടം സഹിക്കാൻ പറ്റാണ്ട് അവൾ അവിടുന്ന് കരയുന്നുണ്ടാവേ. മീൻസ് ഒരു ഇതിൽ നമ്മളെ കെസിനെ പറഞ്ഞിട്ടും കാര്യമില്ല, വൺ സൈഡ് ലവ് എപ്പോഴും പെയിൻഫുൾ ആണെന്ന് നമുക്ക് അറിയാലോ. ഈ ദിവസം നമ്മളെ കെസിനാണെങ്കിൽ നേരെ നമ്മളെ ചെക്കൻ്റെ ബോസ് ഇല്ലേ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവും. നമ്മളെ ഗുണ്ട അവനോടാണെങ്കിൽ ഒരു പണിയുണ്ടെന്നുള്ള കാര്യം ഈ ഒരു കെസിന് പറയുന്നുണ്ടാവും. നമ്മളെ ചെക്കനാണെങ്കിൽ വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. $2000 തരാമെന്ന് പറയുന്നവരായിരിക്കും നമ്മളാ ഒരു ഗുണ്ടയുടെ ഭാവം മാറുന്നുണ്ടാവുക. അവനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആരാ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയേ. അതേ ടൈം കെസിനാണെങ്കിൽ നമ്മളെ ഷീ പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇവൾ ഇത്ര ക്രൂരിയാന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. പക്ഷെങ്കിൽ ഷീന്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മളെ ചെക്കനാണെങ്കിൽ അതായത് ഗുണ്ടയാണെങ്കിൽ ആ ഒരു കാര്യം റിജക്റ്റ് ചെയ്യും. കാരണം നമ്മളെ ഗുണ്ടക്ക് നല്ലോണം അറിയാം നമ്മളെ ചെന്നിന്റെ ഗേൾ ഫ്രണ്ട് ഈ ഒരു ഷീ എന്നുള്ള കാര്യം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ അവന്റെ കൂടെയുള്ള എല്ലാവരോടും ഈ ഒരു പണി ഏറ്റെടുക്കരുതെന്നും പറയുന്നുണ്ടാവും. പക്ഷെങ്കിൽ നമ്മളെ ചെക്കനോട് ഓൾറെഡി ദേഷ്യമുള്ള ഒരുത്തനില്ലേ അവനാണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ടാവേ. നമ്മളെ ഗുണ്ട
വാഷ്റൂമിൽ പോയ തക്ക നോക്കിയിട്ട് ഇവനാണെങ്കിൽ കെസിനെ വന്നിട്ട് കാണും. എന്നിട്ട് കെസിനോട് നിന്റെ പണി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അതേ ടൈം കെസിന് ഷീൻ്റെ ഫോട്ടോ എടുത്തിട്ട് പറയൂ, ഈ ഒരു പെണ്ണിനെ ജസ്റ്റ് പേടിപ്പിച്ചാൽ മതി. പേടിപ്പിക്കലെന്ന് വെച്ചാൽ ആ ഒരു പേടിപ്പിക്കൽ അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേടിപ്പിക്കലാക്കണം, വേറൊന്നും വേണ്ട. അവളിങ്ങനെ വേദനിപ്പിക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നും കൂടി പറയുന്നുണ്ടാവേ. നമ്മളെ ചെക്കനാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഇനി നമ്മളെ പെണ്ണിന് എന്തെല്ലാം പറ്റും, നമ്മളെ ഷീക്കിന് എന്തെങ്കിലും ആകുക അറിയില്ല, ഒക്കെ നമുക്ക് വരുന്ന വഴിയിൽ കാണാം. എന്നാലും കെസിന് ഇത്ര ദുഷ്ടത്തിയാന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ പിറ്റേ ദിവസം ഇതൊന്നും അറിയാണ്ട് നമ്മളെ പെണ്ണ് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ടാവേ. നമ്മളെ ചെക്കനും വരാന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അവളാണെങ്കിൽ പറയും ഇതിങ്ങനെ ഗേൾസ് ട്രിപ്പാന്ന്, ഞാനും ലിന്നും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ വരണ്ടെന്ന് പറയും. അല്ലെങ്കിലും കഷ്ടകാലം വരുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ അവളാണെങ്കിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ആ ഒരു ചെക്കൻ്റെ ആൾക്കാർ വന്നിട്ട് നമ്മളെ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടാവുക. നമ്മളെ പെണ്ണിനാണെങ്കിൽ എന്നാ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നൊന്നും തിരിയുന്നുണ്ടാവില്ലേ. അവളാണെങ്കിൽ ഒച്ചപ്പാടാക്കുന്നുണ്ടാവും. അതേ ടൈം ഇതൊന്നും അറിയാണ്ട് നമ്മളെ ചെക്കനാണെങ്കിൽ സൈക്കിൾ നന്നാക്കുന്നതായിരിക്കും. ലിന്നാണെങ്കിൽ ഷീ വരുന്നത് കാണാത്തത് കൊണ്ട് തന്നെ ചെക്കനെ വിളിക്കുന്നുണ്ടാവും. അവളെ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ടായിരിക്കും ചെക്കനെ വിളിക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ അവള് പോയി എന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ, ബാക്കി ഒന്നും അറിയില്ല. ഇങ്ങനെ നമ്മളെ പിള്ളേർ എല്ലാവരും കൂടിയിട്ട് പെണ്ണിനെ പരുതാൻ നിൽക്കുന്നുണ്ടാവും. അവർക്ക് എവിടെയാ എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും അവർ പരുതുന്നുണ്ടാവുക. ഇതേ ടൈമായിരിക്കും നമ്മളെ ചെക്കൻ്റെ ഫോണിലേക്ക് പെണ്ണിൻ്റെ ഫോണിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ടാവുക. അവരാണെങ്കിൽ നമ്മളെ പെണ്ണിങ്ങനെ തലചുറ്റി വീണിട്ടുണ്ട്, 6ാമത്തെ ബിൽഡിങ്ങിലാറ്റം വരാൻ പറയുന്നുണ്ടാവും. അതേ ടൈമും ഈ ഒരു ചെക്കനാണെങ്കിൽ നമ്മളെ ഷീനെ പേടിപ്പിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചെന്നിൻ്റെ പേര് കേൾക്കുന്നേരം നമ്മളെ പെണ്ണിനാണെങ്കിൽ ദേഷ്യം പിടിക്കുക. അവളാണെങ്കിൽ പറയും നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ചെന്നിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ഇവിടെയൊന്നും ഉണ്ടാകൂല എന്നൊന്ന് പറഞ്ഞിട്ട് അവളെ ഫ്രണ്ട്ഷിപ്പ് അവൾ ആ ഒരു ടൈം കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഇവൻ എന്ത് വന്നിനെ, ഇവനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് എന്തെല്ലോ നമ്മളെ പെണ്ണിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല ഇവൻ ഓൾറെഡി ചെന്നിനോട് ഒരു വൈരാഗ്യമുള്ള കാര്യം നമുക്കറിയാലോ, അതും കൂടി കൂട്ടിയിട്ടായിരിക്കും ഇവളെ പേടിപ്പിക്കുന്നുണ്ടാവുക. അങ്ങനെ ഇയാൾ പറഞ്ഞ പേരിൽ നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു 6ാമത്തെ ബിൽഡിങ്ങിലെത്തി. അവൻ അവിടെ എത്തിയപാട് ഒരു കോളും കൂടി വരും. ആ ഒരു ബിൽഡിങ്ങിന്റെ അപ്സ്റ്റെയർസിൽ നമ്മളെ പെണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോളായിരിക്കും. അവനും ഒന്നും അറിയാണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ടൈമായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് നമ്മളെ പെണ്ണിനിതാ ഇതുപോലെ കെട്ടിയിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ടാവേ. അവനാണെങ്കിൽ അവളെ പേര് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന അതേ ടൈം തന്നെ ആരോ ഒരാൾ അവനിതാ ഇതുപോലെ അടിച്ചിടുന്നുണ്ടാവും. അവനിതാ ഇതുപോലെ പിടിച്ചു വലിച്ചിട്ട് നമ്മളെ പെണ്ണിന്റെ മുന്നിൽ കൊണ്ടുവരുവേ. എന്നിട്ട് അയാളാണെങ്കിൽ അയാളെ ദേഷ്യം മൊത്തം അവനെ ചവിട്ടി കൂട്ടിയിട്ട് തീർക്കുന്നുണ്ടാവും. അയാൾ മാത്രമല്ല അയാളെ ഗ്യാങ് മൊത്തം ഉണ്ടാവും. ഇതൊന്നും നമ്മളെ ഗുണ്ടി അറിയുന്നുണ്ടാവില്ല. ഗുണ്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല. അതുമാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളെ ചെക്കനെ രക്ഷപ്പെടുത്താൻ വരുന്നവരോ അവളെയും അയാൾ അടിക്കുന്നുണ്ടാവേ. ഇത് കാണുമ്പോൾ നമ്മളെ ചെന്നിന് സഹിക്കാൻ പറ്റാണ്ട് അവനാണെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെയല്ലോ അവളെ മേലിതാ ഇതുപോലെ കിടക്കുന്നുണ്ടാവും. അന്നേരം എല്ലാവരും ചവിട്ടുന്നത് ഇവൻ്റെ മേത്ത് മാത്രമാണല്ലോ കൊള്ളുക. അങ്ങനെ എല്ലാവരും ദേഷ്യം കഴിഞ്ഞിട്ട് പോകുന്ന ടൈം നമ്മളെ ചെക്കൻ ഇതാ ഇതുപോലെ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നുണ്ടാവേ. എന്നേരം അവനാണെങ്കിൽ അവളോട് പറയും നീ പേടിക്കേ വേണ്ട, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവനാണെങ്കിൽ അവളെ മേത്ത് വീകുന്നുണ്ടാവുക. അവക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ എങ്ങനെയല്ലോ എല്ലാവരും കൂടിയിട്ട് നമ്മളെ ചെക്കനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടാവേ. അവസാനം അവൻ്റെ ആ ഒരു ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ കിടക്കുന്നേരം നമ്മളെ പെണ്ണാണെങ്കിൽ അവൻ്റെ സൈഡിൽ ഇരുന്നിട്ട് അവൻ്റെ കയ്യിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി നോക്കുന്നുണ്ടാവേ. പക്ഷേ അവനാണെങ്കിൽ എണീക്കുന്നേ ഉണ്ടാവില്ല. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയും നീ എണീക്ക്, നീ എന്താ എപ്പോൾ ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്, എപ്പോൾ ഞാനല്ലേ ലേറ്റ് ആയിട്ട് എണീക്കല്, ഇന്ന് എന്താ നീ എണീക്കാത്തത്, പ്ലീസ് എണീക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. എന്നിട്ടും അവൻ എണീക്കുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, നിന്റെ അച്ഛൻ പുതിയ ഡിഷ് വാങ്ങാൻ പോയിട്ടുണ്ട്, ആ ഒരു ഡിഷ് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, നമുക്കിപ്പോൾ ട്രൈ ചെയ്യാം, അതിന് ഭയങ്കര ടേസ്റ്റാന്നാ പറയുന്നത് കേട്ടത്, നീ എണീക്ക്, നീ എന്തിനാ എണീക്കാണ്ട് നിൽക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് അസൈൻമെൻറ്റ് ഒക്കെ ഞാൻ എഴുതി തരാം, നീ പേടിക്കേ വേണ്ട, പക്ഷേ നീ എണീക്ക് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞോട് നിൽക്കേ. അവളെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് സങ്കടാവുന്നുണ്ടാവും. അതേ ടൈമായിരിക്കും നമ്മുടെ അച്ഛനാണെങ്കിൽ വന്നിട്ട് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ടാവുക. അച്ഛനും ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഇവളിങ്ങനെ കരയുന്നത് കാണുമ്പോൾ അച്ഛൻ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ അവനാണെങ്കിൽ ഇവൾ ഇത്ര പറഞ്ഞിട്ടും എണീക്കുന്നുണ്ടാവില്ല. മീൻസ് അത്രക്കാരം അടി അവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. ഇതേ ടൈം കെസിനാണെങ്കിൽ പേടിച്ചിട്ട് വിറച്ചിട്ടായിരിക്കും ഉണ്ടാവുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാണെങ്കിൽ ആ ഒരു ക്യുങ് എന്ന് പറഞ്ഞ ഒരു ഗുണ്ടനോടാണെങ്കിൽ നമ്മൾ പെണ്ണിനെ പേടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, അതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളെ കെസിൻ്റെ മനസ്സ് മാറിയിട്ട് അവൾ പിന്നെയും ആ ഒരു ഗുണ്ടനെ വിളിച്ചിട്ടുണ്ടാവും. പക്ഷേ അവനാണെങ്കിൽ ഫോൺ എടുത്തിട്ടുണ്ടാവില്ല. അവരെ ഏരിയയിലൊക്കെ പോയിട്ട് ഇവൾ അന്വേഷിച്ചിട്ടുണ്ടാവേ. എന്നിട്ടും അവനെ കണ്ടു കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിട്ട് പേടിച്ചിട്ട് ഇവൾ 911 വിളിച്ചു നോക്കിയിട്ടുണ്ടാവും. പക്ഷേ അവിടുന്ന് പേടിച്ചിട്ട് ഇവൾ
അവളാണെങ്കിൽ ആ ഒരു സംഭവം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവേ. ഇതൊക്കെ ആലോചിച്ചിട്ട് കിടക്കുന്നതായിരിക്കും അവള്. മീൻസ് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് കുറ്റബോധം വരുമെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരിക്കും അവൾ ഉണ്ടാവുക. ഇങ്ങനെയൊന്നും ആയിത്തീരുന്ന അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതേ ടൈം ഈ ഒരു കാര്യങ്ങളൊക്കെ കെസിന്റെ അമ്മേന്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടുണ്ടാവും. അമ്മ വന്നിട്ട് ഇവളെ ആശ്വസിപ്പിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഇത് മൊത്തം എൻ്റെ തെറ്റാണ്, ഞാനാണ് ഇത് മൊത്തം ചെയ്തത്, ഇത് തീർക്കേണ്ടത് ഞാനാണെന്ന് പറഞ്ഞിട്ട് അവൾ എവിടത്തേക്കോ പോകാൻ നിൽക്കുന്നവര് അമ്മയാണെങ്കിൽ പറയും മോള് ചെയ്ത കാര്യങ്ങളൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ, ആർക്കും ഇത് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും അറിയുന്നത് വരെ ഇത് നമ്മളിടക്കുള്ള രഹസ്യമാണ്, എനിക്ക് നീ മാത്രമേ ഒരു ഫാമിലി ആയിട്ടുള്ളൂ, നിന്നെയും കൂടി നഷ്ടപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റൂല എന്നൊന്ന് പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ടാവും. ഈ ദിവസം കെസിനാണെങ്കിൽ കുറ്റബോധം ഒരു തുള്ളി താങ്ങാൻ പറ്റാണ്ട് നേരെ നമ്മളെ പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് എല്ലാ സത്യാവസ്ഥകളും പറയുന്നുണ്ടാവേ. ഷീക്കാണെങ്കിൽ ദേഷ്യത്തിന്റെ എക്സ്ട്രീം ലെവലായിരിക്കും ഉണ്ടാവുക. ഇത്ര കാര്യം ചെയ്തിട്ട് മാപ്പ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ക്ഷമിക്കാൻ പറ്റുമോ? നമ്മളെ ഷീ ആണെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നോട് ക്ഷമിക്കൂല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്നുണ്ടാവേ. അതേ ടൈം നമ്മളെ കെസിൻ ആണെങ്കിൽ പറയും എനിക്ക് ചെന്നിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നാണക്കേട് കൊണ്ട് എനിക്കത് പറ്റുന്നില്ല എന്ന് പറയൂ. അതേ ടൈം നമ്മളെ ഷീ ആണെങ്കിൽ പറയും എനിക്ക് നിന്നോട് ആകെ ഒരൊറ്റ അളവ് മാത്രമേ തരാൻ പറ്റുള്ളൂ, ഇപ്പം ഇവിടെ പോലീസുകാർ വരും എന്നാലും ഞാൻ നിന്റെ പേര് പറയൂല, എല്ലാണ്ട് ഒരു ക്ലാസ്മേറ്റ് എന്നുള്ള രീതിയിൽ ഒരളവും എനിക്ക് നിനക്ക് തരാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷീ അവിടുന്ന് പോകുന്നുണ്ടാവും. നമ്മളെ ഷീ ചെയ്തത് തന്നെയല്ലേ കറക്റ്റ്. മീൻസ് നമ്മളൊരാളോട് ക്ഷമിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേങ്കിൽ ഇതുപോലെ ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിച്ചിട്ടെന്ന കാര്യം, അവളെ ഫ്രണ്ടാന്ന് ചാകാൻ കിടക്കുന്നത്, അവൾക്കായ ഒരു ടൈം ക്ഷമ കൊടുക്കാൻ പറ്റൂലല്ലോ. അവൾക്ക് പിന്നാലെ തന്നെ അവളെ അമ്മയും വരുന്നുണ്ടാവേ. അവളെ അമ്മയാണെങ്കിൽ നമ്മളെ ഷീൻ്റെ അച്ഛൻ്റെയും അമ്മേനോടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അവരാണെങ്കിൽ മാക്സിമം ഈ ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. നമ്മളെ കേസിനാണെങ്കിൽ ഒരു പെണ്ണാണല്ലോ, ഈ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെല്ലാം രീതിയിൽ പോകും എന്നുള്ള കാര്യം നമുക്ക് അറിയാലോ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ അച്ഛനും അമ്മയാണെങ്കിൽ ഒന്നിനും വിട്ടു കൊടുക്കുന്നുണ്ടാവില്ലേ. ആ ഒരു അമ്മയാണെങ്കിൽ പറയും എനിക്ക് ആ ഒരു ഒറ്റ മോള് മാത്രമേ ഉള്ളൂ, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ മാത്രം കടമയാണ്, എനിക്കറിയാം നിങ്ങളെ മോന് പറ്റിയ കാര്യങ്ങൾ, പക്ഷേങ്കിൽ അതിന് എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പൈസയും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളൂ എന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ഷീൻ്റെ അമ്മക്കാണെങ്കിൽ ദേഷ്യം പിടിക്കും. അവളെ അമ്മയാണെങ്കിൽ പറയും നിങ്ങൾ എന്നാ വിചാരിച്ചത് എല്ലാ കാര്യങ്ങളും ഈ ഒരു പൈസനെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന? ഒരിക്കലുമില്ല. എൻ്റെ മോനാണെങ്കിൽ ഇപ്പോൾ കിടത്തം നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവനൊന്നും സംസാരിക്കാൻ നമ്മൾ എത്ര ദിവസമായി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം, ആ ഒരു പെയിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്ന് പറയേ. അതേ ടൈം നമ്മളെ കെസിൻ്റെ അമ്മയാണെങ്കിൽ പറയും ഇതല്ലാണ്ട് വേറെ എന്നാ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നേരം അച്ഛനാണെങ്കിൽ പറയും അവൻ്റെ ഹെൽത്ത് നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ അവൻ്റെ സൗണ്ട് അവൻ ഇനി നമ്മളോട് മിണ്ടോ ഇല്ലേന്ന് വരെ നമുക്കറിയില്ല, അത് നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഒന്നും നിനക്ക് തിരിച്ചു തരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വേഗം ഇവിടുന്ന് പോയിക്കോന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനും അമ്മയും അവിടുന്ന് അവരോട് മുഖം തിരിച്ചിട്ട് വീഴുന്നുണ്ടാവും. എല്ലാവരുടെ അവസ്ഥയും ഭയങ്കര ദയനീയാണ്. ഇതേ ടൈം കെസിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ബെയ് ആണെങ്കിൽ അവളെ കാണാൻ പോകുക, പക്ഷെ അവളാണെങ്കിൽ ഇവനെ കാണാൻ കൂട്ടാക്കുന്നേ ഉണ്ടാവില്ല. അവനാണെങ്കിൽ പറയും നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിനെ, നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല, പക്ഷെങ്കിൽ നീ അത് മനസ്സിലാക്കിയാലോ അത് തന്നെ വലിയ കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്താൻ നോക്കി. ഇതേ ടൈം അമ്മ വന്നിട്ടാണെങ്കിൽ പറയും ബെയ് നിങ്ങൾക്കറിയാലോ ഇപ്പൊ നമ്മളെ അവസ്ഥ, എനിക്ക് നിന്നെ ഇപ്പൊ ആവശ്യമുണ്ട്, കാരണം നമ്മളെ കെസിന് ഒരു ദയ കിട്ടണമെങ്കിൽ നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവളെ ഭാവി മൊത്തം തീർന്നെന്ന് പറയുന്നുണ്ടാവും. അതും കേട്ടിട്ട് നമ്മളെ ബെയ് ആണെങ്കിൽ നേരെ നമ്മളെ പെണ്ണിനെ കാണാൻ വരുവേ. അവളാണെങ്കിൽ വിചാരിക്കും ഇവനിങ്ങനെ സ്നേഹം കൊണ്ട് വന്നതാണെന്ന്, പക്ഷേ ഇവൻ വന്നവാട് പറയുന്നുണ്ട് അവ കെസിന്റെ കാര്യങ്ങളായിരിക്കും, അവക്ക് നീ മാപ്പ് കൊടുക്കണം, ഈ ഒരു കാര്യങ്ങളൊക്കെ നീ മറക്കണം എന്നൊക്കെ ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ഷീ ആണെങ്കിൽ പറയും നമ്മളൊക്കെ ക്ലാസ്മേറ്റ്സ് ആണ്, ഒരു ക്ലാസ്മേറ്റിനോട് വേറൊരാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവളിപ്പം ചെയ്തിട്ടുള്ളത്, എൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ, എന്നെയും കണ്ട് ദയനീയമായ ഒരു ചെന്നിൻ്റെ അവസ്ഥ, എന്നും ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കണം, ഞാൻ നിന്നിൽ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുണ്ട്, പക്ഷേ ബെയ് നീ എല്ലാം തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷീം അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ പോലീസുകാർ തെളിവെടുപ്പിന് വരുവേ. അവരാണെങ്കിൽ നിനക്ക് അവരാരെങ്കിലും അറിയോ, അല്ലെങ്കിൽ ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് നമ്മളെ കെസിന്റെ പേര് പറയാണ്ട് ആ ഒരു ഗുയിലയില് അവന്റെ പേര് മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ, അവന്റെ പേര് പറയുന്നുണ്ടാവില്ല, അവൻ എങ്ങനെ കാണാന്നുള്ള കാര്യം മാത്രം പറഞ്ഞു കൊടുക്കൂ. ഇതേ ടൈം ഇതൊന്നും അറിയാണ്ട് നമ്മളെ ഗുണ്ടച്ചക്കനാണെങ്കിൽ ആ ഒരു പൂൾ റൂമിലേക്ക് വരുന്നുണ്ടാവേ. അവനാണെങ്കിൽ നമ്മളെ സീഹനെ കണ്ടിട്ട് നീ എന്താണ് ഇവിടെ ഒറ്റക്കായി ഒരു ചെന്ന എടുത്തു എന്ന് ചോദിക്കുന്ന ടൈമായിരിക്കും നമ്മളെ സീഹ എന്തോ ഒരു കാര്യം പറയാൻ നിൽക്കുന്നുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് അവരെ ടോക്ക് ആണെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ടാവും, മീൻസ് ആരോ ഒരാൾ വന്നിട്ട് നമ്മളെ ഗുണ്ടനോട് സംസാരിക്കുന്നത് കൊണ്ട്. ഇതേ ടൈം നമ്മളെ ചെന്നിനെ നോക്കുന്നതാണെങ്കിൽ അവൻ ഉറങ്ങിക്കോട് നിൽക്കുന്നതായിരിക്കും. കണ്ടിന്യൂസ് 2 ദിവസമായിരിക്കും അവൻ ഉറങ്ങുന്നുണ്ടാവുക. അവൻ്റെ ചുറ്റിൽ എല്ലാവരും അവൻ ഇപ്പോൾ എണീക്കുമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവസാനം
അവസാനം നമ്മളെ ചെന്നാണെങ്കിൽ കണ്ണു തുറക്കുന്നുണ്ടാവും. കണ്ണു തുറക്കുന്ന ടൈം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മളെ അച്ഛനാണെങ്കിൽ എങ്ങനെയാ സന്തോഷം പറയേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല. എന്നിട്ട് അച്ഛനാണെങ്കിൽ ഇവൻ എണീച്ച കാര്യം ഡോക്ടറെ അടുത്ത് പറയേണ്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ 2 ദിവസം സങ്കടം പറഞ്ഞു തീർക്കുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ ഇപ്പം നിനക്കൊരു കാര്യം അറിയാം, ഇതിൻ്റെ ഒക്കെ പിന്നിൽ കെസിനാണ്, പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം പോലീസുകാരോട് പറഞ്ഞിട്ടില്ല, നീ എന്നെ കുറ്റപ്പെടുത്തുമോ എന്ന് ചോദിക്കുക. അതേ ടൈം നമ്മുടെ ചെന്നാണെങ്കിൽ പറയും, എടി മണ്ടി സങ്കടപ്പെടേണ്ട, നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവക്കും ഒരുപാട് സന്തോഷമാവും. അതേ ടൈം നമ്മളെ കെസിനാണെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടിട്ട് പേടിച്ചിട്ട് നമ്മളെ ബെയ്യാണെങ്കിൽ അവൾ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ഇതേ ടൈം തന്നെ നമ്മളെ അമ്മേൻ്റെ ഫോണിലേക്ക് നമ്മളെ ബെയ്യിൻ്റെ ഫോണിൽ നിന്ന് ഒരു കോള് പോകുന്നുണ്ടാവും. ആ ഒരു കോളിൽ എന്തായിരിക്കും അവൻ പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവനാണോ നമ്മളെ കെസിനായിരിക്കോ സംസാരിക്കുന്നുണ്ടാവുക, ഒന്നും നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മളെ കെസിൻ്റെ മൈൻഡിൽ ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുക, നമ്മളെ ഷീയും ചെന്നും ഇനി കെസിനെ ക്ഷമിക്കുക, ഇനി ഷീയും നമ്മളെ ചെക്കനുമായിട്ട് ഇനി, അതായത് നമ്മളെ ഷീയും ബേയുമായിട്ട് ഇനി എന്തെങ്കിലും ബന്ധം ഉണ്ടാവുക, ഒന്നും അറിയില്ല. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ കാണാം. ശരിക്കും ഇപ്പോൾ ഡ്രാമ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയില്ലേ? അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നവരിക്കും ബൈ.